ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു നിസാൻ GT-R ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അതായത് പുതിയതല്ല, ഈ വണ്ടി പഴയതാണ് ഗൈസ്. പക്ഷേ നമ്മൾ നേരത്തെ ഒരു നിസാൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് GT-Rൻ്റെ ഗൈസ്. അതല്ല, ഇത് വേറൊരു നിസാൻ GT-R ആണ് ഗൈസ്. ഇത് നമ്മൾ റിക്കവർ ചെയ്യാൻ പോവാണ് ഗൈസ്. അതായത് നമ്മൾ പൊളിയായിട്ട് ഈ ഒരു സാധനം നമ്മൾ റിക്കവർ ചെയ്യും ഗൈസ്. ഈ വണ്ടി അത്യാവശ്യം നശിച്ച് കിടക്കുകയാണ്, ഏകദേശം എല്ലാം പൊട്ടിയും പറഞ്ഞും എഞ്ചിനൊക്കെ പോയി കിടക്കുകയാണ് ഗൈസ്. എന്തായാലും അത് നമ്മൾ റിക്കവർ ചെയ്തെടുക്കും ഗൈസ്. അതുപോലെ തന്നെ ഇതുമായിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഈ ഒരു വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എത്ര നമുക്ക് നോക്കാം. റിക്കവർ ചെയ്തിട്ട് ഗൈസ് നമ്മൾ ട്രാക്കിൽ കൊണ്ടുപോകും, ട്രാക്ക് അടിക്കും, എത്ര കിലോമീറ്റർ സ്പീഡ് ഇത് കയറും നമുക്ക് നോക്കാൻ പറ്റും ഗൈസ്. എന്തായാലും നമുക്ക് നേരെ ഇവനെ കൊണ്ട് ട്രാക്കിലോട്ട് കൊണ്ടുപോകേണ്ട പരിപാടിയുണ്ട് ഗൈസ്. അതിന് മുന്നേ ഇവനെ നമുക്ക് വണ്ടി ഫുള്ള് പണിത് സെറ്റ് ചെയ്യണം ഗൈസ്. അതുപോലെ ഏതെങ്കിലും വണ്ടി വേണേൽ കമൻറ്റ് ചെയ്യാൻ നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ്. ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടി പറയാതെ അത്യാവശ്യം കയ്യിൽ ബഡ്ജറ്റ് ഒതുങ്ങുന്ന വണ്ടി പറയാം. ഓക്കെ, നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, ഓക്കെ പെട്ടെ ഗൈസ്. ഇനി ഏകദേശം നമുക്ക് പോകാനുള്ള സ്ഥലമെന്ന് പറയാം ഗൈസ്, നമ്മുടെ ഗ്യാരേജാണ്. അവിടെ നമുക്ക് ഏകദേശം പോയിട്ട് വേണം ഈ വണ്ടി മുഴുവൻ പണിയാൻ ഗൈസ്. ഇവിടെ എല്ലാം ചള്ളയാണ് ഗൈസ്. ഇത് ഈ ഒരു ഏരിയ സമ്മർ സീസണാണ് ഗൈസ്. അതായത് വെള്ളം എല്ലാം കൂടെ വറ്റി എല്ലാം ഇതായിട്ട് ചള്ളയായി കിടക്കുകയാണ്. എന്തായാലും കൊള്ളാം നമ്മുടെ വണ്ടി. പക്ഷെ അത്യാവശ്യം പോയി കിടക്കുകയാണ് ഗൈസ്. ഫസ്റ്റ് ഗിയറിലൊക്കെ ഈ ഒരു സ്പീഡിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, കാരണം നമ്മൾ ഫുൾ ആക്സിലറേഷൻ കൊടുത്തേക്കാണ്. പക്ഷേ ഗൈസ് നമ്മുടെ വണ്ടി ഈ ഒരു സ്പീഡിലേ പോകത്തുള്ളൂ ഫസ്റ്റ് ഗിയർ, കാരണം വണ്ടി അത്രയും പോയി കിടക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഗൈസ്. വണ്ടി അങ്ങനെ കയറൂല വേഗമൊന്നും. ഓക്കെ ഗൈസ്, ഓക്കെ നമുക്ക് ഗൈസ് മണ്ടക്കൂടാണ് പോകേണ്ടത്. ഒരു കയറുമോ ഗൈസ്? കയറുമെന്നാണ് കയറുമെന്ന് തോന്നുന്നില്ല ഗൈസ്. വണ്ടിയുടെ പവർ കുറഞ്ഞ് ഗൈസ് വണ്ടി കയറില്ല കേട്ടോ. നമ്മൾ കുറച്ച് ടാസ്ക്കാണ് വണ്ടി കയറ്റാൻ ഗൈസ്. ഗൈസ് വണ്ടി പെട്ട് ഇതൊരു കയറാൻ കുറച്ച് വള്ളിയാണ് ഗൈസ്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഇറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ മറ്റേ കല്ലുള്ളതുകൊണ്ട് നമ്മൾ വണ്ടി ഇറങ്ങി പോകത്തില്ല താഴോട്ട് ഗൈസ്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമുക്ക് എന്തായാലും മാക്സിമം മൂവ്മെൻറ്റ് കൊടുത്ത് തന്നെ കയറ്റാൻ നോക്കാം ഗൈസ്. ഇങ്ങനൊരു പവർ കൊടുത്താലേ, ഹാൻഡ് ബ്രേക്ക് കൊടുത്ത് കാല് ഫുള്ള് കൊടുത്തിട്ട് വേഗം എടുത്താലേ നമ്മുടെ വണ്ടി കയറി വരത്തുള്ളൂ. അല്ലെങ്കിൽ ഗൈസ് നമ്മളെ വണ്ടി കയറി വരത്തില്ല ഗൈസ്. അതങ്ങനെയാണ്. എന്തായാലും കൊള്ളാം. നമുക്ക് ഗൈസ് കയറേണ്ടതാണ് ഗൈസ്, കയറേണ്ടതാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടി കയറിയിട്ടുണ്ട്. ഓക്കെ, സീനൊന്നും ഇല്ല ഗൈസ്. ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് നൈസായിട്ട് പോവാം. വലിയ സീനൊന്നും ഉള്ള റൂട്ടൊന്നുമല്ല. നമുക്ക് വേഗം തന്നെ ഒത്തിരി കയറ്റം ഒത്തിരി ഇറക്കം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഇറക്കമൊക്കെ ഉണ്ട്, വലിയായിട്ട് കയറ്റങ്ങളും കാര്യങ്ങളും ഒന്നും ഇനി ഇല്ല. അതാണ് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഗൈസ് സ്ട്രെയിറ്റ് ആണ് നമുക്ക് പോകാനുള്ളതൊക്കെ, അതൊന്നും സീനൊന്നുമില്ല ഗൈസ്. ഇനി നമുക്ക് നൈസായിട്ടൊരു ഫ്ലോയിലങ്ങ് പോവാം ഗൈസ്. നമ്മുടെ ഈ ഒരു നിസാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഒരു സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പണിത് കഴിഞ്ഞാലേ ഇതിൽ പണിത് കഴിഞ്ഞാൽ ഗൈസ് ഈ വണ്ടി വേഗം ടോപ്പ് സ്പീഡ് കയറും. അതാണ് ഒരു ഗുണമെന്ന് പറയാൻ, ഒരു ടോപ്പ് സ്പീഡ് കയറും. പക്ഷേ ഗൈസ് നമുക്ക് ഒത്തിരി ഹെവി ആയിട്ട് ഒത്തിരി പണിയുള്ളതൊന്നും കാണത്തില്ല. വണ്ടി വാങ്ങുമ്പോൾ തന്നെ അതിനകത്ത് നമുക്ക് അത്യാവശ്യം വണ്ടിക്കുള്ള സംഭവങ്ങളും പവറും ഒക്കെ കാണും. പിന്നെ പണിയാൻ ഗൈസ് കുറച്ചേ കാണത്തുള്ളൂ. നമ്മൾ ഗെയിമിൽ അത്ര അവർ പണിയാൻ തരുന്നുള്ളൂ. ഞാൻ ഇപ്പോൾ ഇടിച്ചെന്ന് ഗൈസ്. ഓക്കെ ഗൈസ്, രണ്ടാമത്തെ ഗിയർ സാധാരണ ഗൈസ് വണ്ടിക്ക് അത്യാവശ്യം നല്ല പവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ 3, 4ാമത്തെ ഗിയറൊക്കെ വരണ്ടേ ഈ ഒരു സ്ഥലത്ത് ഗൈസ്. സെക്കൻഡ് ഗിയർ 104 ഒക്കെ കയറി, 105ാമത്തെ ഗിയറായപ്പോൾ തേർഡ് ഗിയറായി ഗൈസ്. അവൻ വണ്ടിയൊക്കെ മാറ്റി കേട്ടോ. നമ്മളിങ്ങനെ വന്നപ്പോൾ അവന് മനസ്സിലായി, അവനപ്പോഴേ വണ്ടി മാറ്റിയല്ലേ, നമ്മളതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കും ഗൈസ്. ഓക്കെ, നമ്മുടെ വണ്ടി മുഴുവൻ ചളുങ്ങിയിട്ടുണ്ട് ഗൈസ്. വണ്ടിക്ക് അത്യാവശ്യം ചളുക്കവും ഒക്കെ ഉണ്ട്, തുരുമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ കുറച്ച് സ്കിപ്പ് ചെയ്ത് വിട്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ ലെങ്ത്ത് ഭയങ്കരമായി പോകും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്കിപ്പ് ചെയ്ത് വിട്ടേ ഗൈസ്. ഇനി ഏകദേശം ഒരു 600 മീറ്റർ കൂടെ ഉള്ളൂ. നമ്മൾ
നോക്കുമ്പോൾ ഒത്തിരി ലെങ്തായിട്ട് തോന്നും ഗൈസ്. അതായത് നമുക്ക് അത്രയും വരുന്നതല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒത്തിരി ലെങ്താവും, അപ്പോൾ വീഡിയോ ഭയങ്കരമായിട്ട് ലാഗാവും ഗൈസ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് വേഗം കട്ട് ചെയ്തത് ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ലെങ്ത് തോന്നിക്കും ഗൈസ്. എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ വണ്ടി കയറ്റാം ഗൈസ്. ഏകദേശം ഒരു 100 മീറ്ററൂടെ വീട്ടിലോട്ട് ചെല്ലാൻ. ഓക്കെ ഗൈസ്, ഓക്കെ നമ്മുടെ വീടിൻ്റെ പടിക്ക് വന്നിട്ടുണ്ട്. ഈ വണ്ടി അങ്ങോട്ട് കയറ്റുക, നമ്മൾ വണ്ടി അങ്ങോട്ട് പണിയുക ഗൈസ്. നമ്മൾ വണ്ടി പണിയുന്നൊന്നും ഒരിക്കലും കാണിക്കാറില്ല, ഒരു വീഡിയോയിലും കാണിക്കാറില്ല ഗൈസ്. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഓക്കെ, ഗൈസ് നമ്മൾ സാധനമൊക്കെ ഇടിച്ച് കളിപ്പിച്ചുകൊണ്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മൾ പണിത് നിസാൻ GT-R ഗൈസ്. അതായത് നമ്മൾ റിക്കവർ ചെയ്ത ഒരു മോഡലെന്ന് പറഞ്ഞ ഇവനാണ് ഗൈസ്. കിഡിലനാണ് ഗൈസ്. ഒറ്റ പെയിൻ്റാണ് ഗൈസ് കൊടുത്തേക്കുന്നത്, ഒറ്റ കളർ. നമ്മൾ ഇത് ആ കളർ ഈ കളറൊക്കെ ഒന്ന് കൊടുത്ത് നശിപ്പിച്ചിട്ടൊന്നുമില്ല, ഒറ്റ കളറേ ഗൈസ് കൊടുത്തിട്ടുള്ളൂ. വണ്ടിക്ക് പവർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് നല്ല പവറുണ്ട്. നിങ്ങൾക്ക് ആ ആക്സിലറേഷൻ ചെല്ലുമ്പോഴേ മനസ്സിലാവും. വണ്ടിക്ക് നിങ്ങൾക്ക് തോന്നും ഗൈസ് വണ്ടിക്ക് പവർ ഉണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് കാണുമ്പോഴേ ആ ഒരു ആക്സിലറേഷൻ്റെ ആ ഒരു സ്പീഡോമീറ്ററും സംഭവങ്ങൾ പോകുമ്പോഴേ മനസ്സിലാവും ഗൈസ് പവർ ഉണ്ടോ ഇല്ലയോ എന്ന് ഗൈസ്. അത്യാവശ്യം പവറുണ്ട് ഗൈസ്, അത്യാവശ്യം ഗൈസ്. പക്ഷേ ഒറ്റ കുഴപ്പമുള്ളൂ, ആക്സിലറേഷൻ കൂടുതലുമാണ്. നമ്മൾ ഉദ്ദേശിച്ച അത്രയും പവർ അതിനില്ല ഗൈസ്. ആക്സിലറേഷനാണ് ഏറ്റവും കൂടുതൽ ഗൈസ്. ജസ്റ്റ് ഒന്ന് തൊട്ട വണ്ടി കീറും, പട്ടേന്ന് ഷോട്ട് കീറുന്ന പോലെ കയറും ഗൈസ്. പക്ഷെ വണ്ടി വേഗം തന്നെ ടോപ്പ് സ്പീഡ് അടിക്കും. ആക്സിലറേഷൻ ഭയങ്കര കൂടുതലും, അതേസമയം ആക്സിലറേഷൻ കൂടുതലും പവർ കുറവുമാണ് ഗൈസ്. അതായത് ആക്സിലറേഷൻ നല്ല രീതിയിൽ കൂടുതലാണ്, പവർ പക്ഷെ അതിനനുസരിച്ച് കുറവാണ് ഗൈസ്. നമ്മൾ ആക്സിലറേഷൻ കൊടുത്തതിൻ്റെ അത്രയൊന്നും പവർ ഇല്ല സത്യം പറഞ്ഞാൽ ഗൈസ്. അതായത് ഗെയിമിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷൻ എനിക്ക് തോന്നുന്നു 10 ആണെന്ന് തോന്നുന്നു, പവർ ഏകദേശം 8 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഗൈസ്. ഏകദേശം ഒരു 9 ഉണ്ടെങ്കിൽ ഗൈസ് ഏകദേശം ഒരു 400 ഹിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 9 വേണം ഗൈസ്, മിനിമം 9 വേണം. 9 ഉണ്ടെങ്കിൽ നമുക്ക് 400 നമ്മുടെ വണ്ടി ഹിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഗൈസ്. നമ്മളിപ്പോൾ ഈ വെള്ളത്തിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട് ഗൈസ്. നമുക്കിതൊന്ന് റിവേഴ്സ് ഇട്ടിട്ട് ഈ വെള്ളത്തിൽ മുട്ടിക്കിടക്കുമ്പോൾ ഇത് പൊട്ടുന്നുണ്ടോ നോക്കാം ഗൈസ്. പൊട്ടുന്നില്ല, ഇല്ല ഗൈസ്, പൊട്ടുന്നില്ല ഗൈസ്. പൊട്ടുന്നതിൻ്റെ ഈ സൗണ്ടൊക്കെ നമുക്ക് ഓക്കെയാണ്, പക്ഷേ ഗൈസ് തീയൊന്നും വരുന്നില്ല അതിൽ നിന്ന് ഗൈസ്. നമ്മൾ കരയ്ക്ക് കിടക്കുമ്പോൾ തീയൊക്കെ വരത്തുള്ളൂ എന്ന് തോന്നുന്നു ഗൈസ്. ചെറുതായിട്ടൊന്ന് കയറി വന്നപ്പോൾ പൊട്ടിയായിരുന്നു ഗൈസ്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ നൈസായിട്ട് പൊട്ടിയായിരുന്നു ഗൈസ്. നമുക്കിനി അങ്ങോട്ട് പോകാം ഗൈസ്. ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉണ്ട് നമുക്ക് നമ്മുടെ ട്രാക്ക് അടിക്കാൻ ഗൈസ്. അവിടെ പോവുക, ട്രാക്ക് അടിക്കുക, പൊളിക്കും ഗൈസ്, പൊളിക്കും നമ്മൾ ഗൈസ്. നമ്മുടെ വണ്ടിക്ക് നല്ല പവറുണ്ട് ഗൈസ്. നല്ല പവറല്ല ഗൈസ്, ആക്സിലറേഷനാണുള്ളത്. പവറുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവറൊക്കെ ഉണ്ട്, പവറിന് വലിയ കുറവും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. പക്ഷേ ആക്സിലറേഷൻ കൂടുതലായതുകൊണ്ട് അതിനനുസരിച്ചുള്ള പവർ ഉണ്ടെങ്കിലേ ഗൈസ് കാര്യമുള്ളൂ ഗൈസ്. നമുക്ക് അത്യാവശ്യം ഇപ്പോൾ തന്നെ ഗൈസ് വണ്ടി ഏകദേശം 300 കയറി ഈ ഒരു റോഡിൽ തന്നെ ഗൈസ്. എനിക്ക് തോന്നുന്നു 300 തോന്നുന്നു ഗൈസ് ഏറ്റവും ടോപ്പ് സ്പീഡ്. ഇതിൻ്റെ 300 എത്രയോ വരത്തുള്ളൂ ഗൈസ്, 400 കയറത്തില്ല എനിക്ക് ഉറപ്പാണ്. നമുക്ക് നോക്കാം എത്ര കയറും എത്ര വേണമെന്നൊക്കെ ഗൈസ്. നമുക്ക് നോക്കാം ഗൈസ്. എന്തായാലും കൊള്ളാം നമ്മുടെ വണ്ടി ഗൈസ്. കാണാനൊക്കെ സൂപ്പറാണ്. പിന്നെന്താ സ്പോയിലറൊക്കെ വെക്കുമ്പോൾ സാധാരണ ചില വണ്ടിക്കൊക്കെ പവർ കുറവാണ് ചെയ്യുന്നത്, പക്ഷേ ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. സ്പോയിലറൊക്കെ വേണം ഈ വണ്ടിക്ക് ഗൈസ്. ഈ വണ്ടിക്ക് സ്പോയിലർ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. നമ്മുടെ ബ്രേക്ക് സിസ്റ്റം ഒക്കെ ചൂടായിട്ടുണ്ട്, നല്ല രീതിയിൽ തിളച്ച് നിൽക്കാം ഗൈസ്. വണ്ടി കാണാൻ നല്ല ലുക്കാണ് കേട്ടോ. ഇതിനകത്ത് കയറുമ്പോൾ ഈ ഒരുമാതിരിപ്പെട്ട വണ്ടിയെല്ലാം കാണാൻ അത്യാവശ്യം വണ്ടിയൊക്കെ കാണാൻ നല്ല ലുക്കാണ് ഗൈസ്. ഈ പെയിൻറ്റിൻ്റെ റിഫ്ലക്ഷൻ കണ്ടോ ഫ്രണ്ടിലത്തെ ഗൈസ്, അല്ലേ കാണാൻ നല്ല ലുക്കല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ. ചില വണ്ടിയൊക്കെ ഉണ്ട് മറ്റേ മെക്ലറിനൊക്കെ ഇതിനകത്ത് കയറിയപ്പോൾ എന്ത് ലുക്കായിരുന്നു എൻ്റെ ദൈവമേ, സൂപ്പറായിരുന്നു കാണാൻ ഗൈസ്.
അതാ പറഞ്ഞ് ചില വണ്ടിയൊക്കെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അടിപൊളിയാണ് ഗൈസ് കാണാൻ. ഗൈസ് ഓക്കെ, നമ്മുടെ ഇന്റീരിയർ ഇങ്ങനെയാണ് ഗൈസ്. ഗൈസ് നമുക്ക് നമ്മുടെ വണ്ടി എടുക്കാറായിട്ടുണ്ട് ഗൈസ്. വണ്ടീനെ എടുക്കാം. ഓക്കെ, നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഗൈസ് 4th ഗിയർ ഗൈസ്. 5th ഗിയർ 200 ഗൈസ്. 6th ഗിയർ 250 ടോപ്പാണ് ഗൈസ്. 300 ഗൈസ്. 320 ഗൈസ്. 345 ഗൈസ്. 345 48 ഗൈസ്. 49 50 ഗൈസ്. 352 ഗൈസ്. 352 ഗൈസ്. 352 ഗൈസ് ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഗൈസ്. അതായത് നമ്മുടെ പവർ അത്ര ഉള്ളു നമ്മുടെ വണ്ടിക്ക്. പക്ഷേ ആക്സലറേഷൻ കൂടുതലായതുകൊണ്ട് വേഗം നമ്മൾ ടോപ്പ് അടിച്ചു. അതാണ് ഞാൻ പറഞ്ഞത് ഗൈസ്. അതാണ് ഞാൻ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് പവറും വേണം ഗൈസ്. അത്രയും പവറില്ല. ഒരു 350 കിലോമീറ്റർ സ്പീഡ് കയറാനുള്ള പവറേ നമ്മുടെ ഈ ഒരു നിസ്സാനുള്ളൂ ഗൈസ്. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പവർ വേണം. നല്ല പവർ ഉണ്ടെങ്കിൽ മാത്രമേ ഒത്തിരി ഏകദേശം ഒരു 9 പോയിൻ്റ് എത്രയും പവർ ഉണ്ടെങ്കിൽ 10 ആക്സിലറേഷനോടാണെങ്കിൽ സെറ്റാണ് ഗൈസ്. എനിക്ക് കൺട്രോളോടുണ്ടെങ്കിൽ ഇല്ല കിട്ടിയില്ലായിരിക്കും പറക്കും വണ്ടി. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇടയ്ക്കൊരു കോൾ വന്നു, അതാണ് നമ്മൾ ഇടയ്ക്കൊരു വൈബ്രേഷൻ്റെ സൗണ്ട് വന്നു തോന്നുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്, എന്തായാലും ക്ഷമിക്കുക ഗൈസ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി ഇഷ്ടപ്പെടുകയാൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. ഓക്കെ.